ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചൊരു പ്രധാന വിശേഷം പറയാമെന്ന് പറഞ്ഞിരുന്നു. പ്രധാന വിശേഷമാണ്. അതായത് നമുക്ക് ഒരു രാജ്യത്ത് നമുക്ക് ഏറ്റവും ആവശ്യം സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്, അല്ലേ? അതെ. ഈ ശകലം ഒരു നേരം ആഹാരമില്ലെങ്കിലും സ്വസ്ഥമായി ജീവഭയമില്ലാതെ താമസിക്കാൻ കഴിയുക, ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്. വീട്ടിനകത്ത് കയറി നമുക്കൊരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ട്, അല്ലേ? നമ്മൾ വേറെ ആരും ഒന്നും ഉപദ്രവിക്കില്ലെന്ന്. പക്ഷെ വീട് പൊളിച്ച് അകത്ത് കയറി നമ്മളെ കൊല്ലുന്ന ആളുകളുണ്ടായാലോ? വീട് കൊണ്ടും കാര്യമില്ല. അപ്പം ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ, ഒരു ക്ഷേമരാഷ്ട്രത്തിൽ ഒരു പൗരന് ഏറ്റവും ഉറപ്പ് വേണ്ടുന്ന ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സ്വത്തുണ്ടായാലും ആരോഗ്യം ഉണ്ടായാലും ഭക്ഷണം ഉണ്ടായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവൻ ഏത് നിമിഷവും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ പണം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നല്ല ഭക്ഷണം ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല ആരോഗ്യം ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പം മനുഷ്യന് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയണം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം ഉത്തർപ്രദേശ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ആളുകൾ ഊപ്പി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ വരും. നീ അങ്ങ് ഊപ്പിയിലോട്ട് പോകുന്നൊക്കെ. എന്നാൽ നിങ്ങൾ പറയുന്ന ഈ ഊപ്പി എന്ന് നിങ്ങൾ കളിയാക്കുന്ന യു പിയിലെ സ്ഥിതി എന്താണെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും പറയത്തില്ല. ഒരു കാലത്ത് ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനലുകൾ ഉണ്ടായിരുന്ന സ്ഥലം ഉത്തർപ്രദേശ് തന്നെയാണ്. അതെ. യോഗി പറഞ്ഞല്ലോ, ഞാൻ അധികാരത്തിൽ വന്നാൽ നിന്റെ ശരീരം മണ്ണ് തിന്നും എന്ന് യോഗി പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഗുണ്ടാ നേതാക്കന്മാരൊക്കെ പോലീസ് കസ്റ്റഡി ഇരുന്നപ്പോൾ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് വീഡിയോ. പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു, ആരാണ്ട് വന്നിട്ട് അവനെ ടക്കെന്ന് തലയ്ക്ക് വെടിവെച്ചിട്ട് പോകുന്നു. അങ്ങനെ ഏറ്റവും വലിയ ഗുണ്ടാ തലവന്മാരെ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊന്നിട്ടുണ്ട് യു പി പോലീസ്. അങ്ങനെ യു പി പോലീസ് ജനങ്ങളുടെ ജീവനും സ്വത്തും ഉറപ്പാക്കാൻ വേണ്ടി ഉത്തർപ്രദേശിൽ തട്ടിക്കളഞ്ഞ ഗുണ്ടാ തലവന്മാരുടെ കണക്ക് വന്നിട്ടുണ്ട്. 222 പേരെ കൊന്നത്. 222 ഗുണ്ട മാഫിയ തലവന്മാരെ വെടിവെച്ചു ഉത്തർപ്രദേശ് പോലീസ് വെടിവെച്ച് കൊണ്ടു. നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ യു പിയിൽ അവിടെ പോയി ഗുണ്ടായുസം കാണിച്ച ഉണ്ട കയറും, മണ്ണ് തിന്നും. അപ്പോൾ അതിൻ്റെ കണക്കുകൾ എന്ത് പറയാം. അത് മാത്രമല്ല, ഊപ്പി എന്ന് കളിയാക്കുന്നവർ അറിയേണ്ട വേറെ ചില കണക്കുകൂടെ പറയാം. ആദ്യമേ നമുക്ക് ഈ യു പിയിലെ ക്രൈമിനെ കുറിച്ച് പറയാം. യു പിയിൽ ഗുണ്ടാ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് യോഗി ആദിത്യനാഥ് ജയിലിലിട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം ഒന്ന് കേൾക്കണം. 79,984 പേര് എന്ന് പറഞ്ഞാൽ 80,000 എത്താനായിട്ട് ഇനി 16 പേര്. 80,000 എണ്ണത്തിന് ഗുണ്ടാ നിയമപ്രകാരം ജയിലിലടച്ചിരിക്കുക, പ്രലോഭം കാണുന്നില്ല. ഇനി നാഷണൽ സെക്യൂരിറ്റി ആക്ട്, കൊടും ഭീകരന്മാരുണ്ട്. ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ച് 930 പേരെ ഈ 80,000 കൂടെ കൂട്ടണം. എന്നിട്ട് എന്ത് ചെയ്തറിയോ? മാഫിയ സംഘങ്ങളുടെ ഭൂമി പിടിച്ചെടുത്തു. ബുൾഡോസർ കയറ്റി തവിടുപൊടിയാക്കുക മാത്രമല്ല, ഇത്തരം മാഫിയ സംഘങ്ങളുടെ ഭൂമി ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുത്തു. എത്ര പിടിച്ചെടുത്തെന്നറിയോ? 3000 കോടി രൂപയുടെ സ്വത്ത് മാഫിയ സംഘങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു? പിടിച്ചെടുത്ത് സർക്കാരിൻ്റെ വസ്തുവാക്കുകയല്ല ചെയ്ത്, എന്നിട്ടത് വിറ്റിട്ട് ആ പണം കൊണ്ട് പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? പാവങ്ങളെ പീഡിപ്പിച്ച്, പേടിപ്പിച്ച്, ഉപദ്രവിച്ച്, കൊന്ന് ബലാത്സംഗം ചെയ്താണ് ഇവന്മാർ ഈ പണം മുഴുവനുള്ള മാഫിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കിയത്. അത് പാവപ്പെട്ടവൻ്റെ, ഏറ്റവും ദരിദ്രരായ ജനങ്ങളുടെ ചോരയും കണ്ണീരും വിയർപ്പും പറ്റിയ പണമാണ്. അതുകൊണ്ട് ആ 3000 കോടിയുടെ സ്വത്തുവകകൾ പിടിച്ചെടുത്ത് ലേലം ചെയ്ത് ആ പണം കൊണ്ട് പാവങ്ങൾക്ക്, ഇവരെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന പാവങ്ങൾക്ക് ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കി. ആലോചിക്കുക. തീർന്നില്ല. സർക്കാർ അന്വേഷിക്കുന്ന വിവിധ കേസുകളിലെ പ്രതിയുണ്ട്. നമ്മുടെ ആർഷോയൊക്കെ ഉണ്ടല്ലോ. ആർഷോയ്ക്ക് എത്ര വാറണ്ട് ഉണ്ടെന്ന് ആർഷോയ്ക്ക് പോലും അറിയത്തില്ല. ഈ വാറണ്ടൊക്കെ ഉള്ള ആർഷോയാണ് പോലീസുകാരുടെ മുന്നിൽ ഇരുന്നിട്ട് നിനക്കൊക്കെ കക്കൂസ് കഴുകാൻ പോയിക്കൂടെ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായിട്ട് ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്ക് ചോദിച്ചത്. അപ്പോഴും ഏത് പോലീസുകാരനും ആർഷോയെ അപ്പോൾ അറസ്റ്റ് ചെയ്യാം. കാരണം വാറണ്ട് കേസിലെ പ്രതിയാണ്, സർക്കാർ തേടുന്ന പ്രതിയാണ്. അങ്ങനെയുള്ള 28,000 പേരെ നേരത്തെ പറഞ്ഞ 79,984 പുറമെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ജയിലിൽ കിടക്കുന്ന ക്രിമിനൽസ് ഏതാണ്ട് 1.5 ലക്ഷം അടുത്തായി. ഇനി മുഴുവൻ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലുമായി 12 ലക്ഷം CCTV ക്യാമറകൾ വെച്ചു. വെറും ക്യാമറയല്ല, നമ്മുടെ ഇവിടെ സ്വന്തക്കാരന് കരാർ കൊടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ക്യാമറ വെച്ചിട്ട് ആളുകളുടെ പോക്കറ്റ് അടിക്കാനുള്ള ക്യാമറയല്ല,
അല്ലേ? ടാക്സ് മോട്ടോർ വാഹന നിയമപ്രകാരം ആളുകളുടെ പോക്കറ്റ് അടിക്കാൻ വെച്ച ക്യാമറ പോലെയല്ല. ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കാൻ, ട്രാഫിക്കിൻ്റെ ക്യാമറയൊക്കെ വേറെയുണ്ട്. ലോ ആൻഡ് ഓർഡർ പാലിക്കാൻ വേണ്ടിയിട്ടും മാത്രം 12 ലക്ഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചു. ഇനി പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചാൽ നേരത്തെയൊക്കെ 25.42 സെക്കൻഡ് വേണമായിരുന്നു ഒരു റെസ്പോൺസ് വരാൻ. ഇപ്പോൾ നിങ്ങൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചൊരു പരാതി പറഞ്ഞാൽ 7.24 മിനിറ്റ്സിനുള്ളിൽ, നേരത്തെ 25.42 മിനിറ്റ് വേണം. നമ്മൾ പോലീസ് മറ്റേ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നു, പോലീസ് എത്താൻ 25 മിനിറ്റ് 26 മിനിറ്റോളം എടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. UP-യിൽ എവിടെയും നിങ്ങൾ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചാൽ 7.24 8 മിനിറ്റിന് 7.5 മിനിറ്റിനുള്ളിൽ സ്പോട്ടിൽ വണ്ടി വന്നിരിക്കും. അങ്ങനെ മാറി ക്രമസമാധാന നില. അങ്ങനെ നോക്കണം. നമ്മളിപ്പോൾ കേരളത്തിലും ഇങ്ങനെയൊക്കെയാണെന്ന് പറയരുത്. കേരളത്തിൻ്റെ എത്ര ഇരട്ടിയുണ്ട് UP? പാകിസ്ഥാനേക്കാളും കൂടി ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെയാണ് ഉത്തർപ്രദേശിൻ്റെ ഏത് മൂലയിലിരുന്നും കൺട്രോൾ റൂമിൽ വിളിച്ചാൽ പോലീസ് 7.5 മിനിറ്റിനുള്ളിൽ പോലീസ് വണ്ടി വന്ന് മുന്നിൽ നിൽക്കും. അത്തരത്തിലേക്ക് ക്രമസമാധാന നില മാറിയിരിക്കുന്നു. ഒരു സന്യാസി രാജ്യം ഭരിക്കുന്ന, നാട് ഭരിക്കുന്ന സംസ്ഥാനത്തെ കാര്യമാണ് പറയുന്നത്. ഇനി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്ന ചില കണക്കുകൾ പറഞ്ഞിട്ട് കേരളക്കാർ ഞെട്ടുന്ന മറ്റൊരു കണക്ക് എനിക്ക് പറയാനുണ്ട്. മലയാളി ഞെട്ടും. അത് പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കൂട്ടക്കവർച്ചകൾ ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ. കൂട്ടത്തോടെ ആളുകൾ വന്ന് വീട് കൊള്ളയടിച്ചിട്ട് പോകും. അത് 84.41% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷവും ഇല്ലാതായി. പിടിച്ചുപറി 77.43% ആയിട്ട് കുറഞ്ഞു. അത്ര കുറവ് വന്നു. കൊലപാതകങ്ങൾ 41.01% കുറവ് വന്നു. സ്ത്രീധന മരണം 17.08 ആയിട്ട് കുറഞ്ഞു. ബലാത്സംഗം 26.115 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഈ എല്ലാ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലും വലിയ തോതിൽ കുറവുണ്ടായി. അതിന് കാരണം യോഗിയെ പേടിയാണ്. യോഗി അവിടെ ഒരു ക്രൈം നടന്നാൽ കോടതി ശിക്ഷിക്കുന്നതിന് മുമ്പ് വീട്ടിലോട്ട് എന്ത് വരും? ബുൾഡോസർ വരും. അത് ഭയമാണ്. കാരണം വീട്ടുകാർ തന്നെ പുറത്തിറക്കും. മക്കളെ പുറത്തോട്ട് പോകുന്ന സൂക്ഷിച്ചോളം കേട്ടോ. എന്തെങ്കിലും കന്നന്തിരിവ് കാണിച്ചാൽ നീ കാണിക്കും, നീ ജയിലിൽ പോവും. കുഴപ്പമില്ല, നിനക്ക് അവിടെ കിടപ്പാടമുണ്ടോ? ഞങ്ങൾ കിടക്കുന്ന കിടപ്പാടം പോവും. യോഗി ബാബ ബുൾഡോസർ വെച്ച് പൊളിച്ച് കളയും. അതാണ് ചിലർ പോയിട്ട് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതിയുടെ കണ്ണീരങ്ങ് ഒഴുകിയിട്ട് സുപ്രീം കോടതി പറഞ്ഞു, ഒരു മകൻ കുറ്റം ചെയ്താൽ അച്ഛൻ്റെയും അമ്മയുടെയും വീട് പൊളിച്ച് കളയുന്നത് മര്യാദയാണോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. നോക്കുമ്പോൾ ശരിയാണല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, മക്കളെ നന്നായിട്ട് വളർത്തേണ്ടത് അപ്പൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അല്ല മകൻ സാമൂഹ്യ ദ്രോഹിയായി മാറി നാട്ടുകാർക്കും വീട്ടുകാർക്കും രാജ്യത്തിനും ഉപദ്രവകാരിയായി മാറിയിട്ട് അപ്പനും അമ്മയ്ക്കും ഒരു പങ്കില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ പരിപാടി, ഇവൻ ജനിക്കാനുള്ള പരിപാടി ചെയ്യാതിരിക്കണമായിരുന്നു. ജനിപ്പിച്ചത് മാതാപിതാക്കളാണല്ലോ. വളർത്തി നല്ലവനാക്കി വളർത്തേണ്ട ഉത്തരവാദിത്തം കൂടെ മാതാപിതാക്കൾക്കുണ്ട്. സുപ്രീം കോടതി എന്തൊക്കെ പറഞ്ഞാലും സുപ്രീം കോടതി നടപ്പാകട്ടെ. പക്ഷേ നമുക്ക് അഭിപ്രായ വ്യത്യാസം പറയാമല്ലോ. അപ്പോൾ ക്രിമിനലുകളായി മക്കൾ മാറുന്നതിൽ നല്ല ശതമാനം മാതാപിതാക്കളുടെ പങ്കുണ്ട്. അവരുടെ ശ്രദ്ധക്കുറവോ ഉദാസീനതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാണോ? വസ്തുതയല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ മക്കൾ പറയുന്നുണ്ടല്ലോ. നമുക്ക് അവരുടെ മേലൊരു കൺട്രോൾ ഉള്ളതുകൊണ്ട് നമ്മളവരെ ശരിയായ രീതിയിൽ എങ്ങനെ പോകണം, ധാർമ്മിക നിലവാരം ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന് അനുഗുണമായി നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് എങ്ങനെ വളരണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ക്രിമിനൽസ് ആവുന്നില്ല. അതൊരു സത്യമാണ്. അപ്പോൾ മാതാപിതാക്കളുടെ വീട് യോഗി പൊളിച്ചത് ഇതുകൊണ്ടാണ്. മക്കളെ നന്നായിട്ട് വളർത്തേണ്ടത് മാതാപിതാക്കളുടെ കൂടെ ആവശ്യമായിരുന്നു, ബാധ്യതയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് മക്കൾ പോയി പറപ്പ് കാണിച്ചാൽ വീട് പൊളിച്ചു കളയുന്ന നിലപാടെടുത്ത്. ഏതായാലും അതൊക്കെ വലിയ മാറ്റം ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. അതങ്ങനെ വെച്ചാൽ രാജ്യത്തെ എല്ലായിടത്തുനിന്നും ഡാറ്റ വരും. അതെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ടാണ് നാഷണൽ ലെവലിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഉണ്ടാകുന്നത്. സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്. ഈ എല്ലാ സ്റ്റേറ്റും തയ്യാറാക്കുന്ന ഡാറ്റ എടുത്ത് അനലൈസ് ചെയ്തിട്ടാണ് ദേശീയ തലത്തിൽ ഉണ്ടാക്കുന്നത്. അത് വെച്ചിട്ട് ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രോമിസിംഗ് ആയി നിൽക്കുന്ന സംസ്ഥാനമായിട്ട് ഉത്തർപ്രദേശ് മാറിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ അടക്കി വാണ്ടിരുന്ന മാഫിയ സാമ്രാജ്യങ്ങൾ തകർന്നിരിക്കുന്നു. മാഫിയ തലവന്മാരെല്ലാം അവിടെ പോയി ഹൂറികളുമായി ആഹ്ലാദത്തോടെ കഴിയുകയാണ്. കാരണം മാഫിയ തലവന്മാർ കൂടുതലും ആ ഹൂറികളെ കിട്ടാൻ അർഹതയുള്ള കൂട്ടത്തിൽ നിന്നായിരുന്നു. അതുകൂടെ പറഞ്ഞു നോക്കാം. ഇനി വേറൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നാഷണൽ ഹൈവേ വികസനം ഉണ്ടല്ലോ.
അഭിമാനത്തോടെ കാണൂ. കേരളം വികസിക്കുകയാണ്, കേരളത്തിൻ്റെ നെടുനീളത്തിൽ രാജപാതകൾ ഒരുങ്ങുകയാണെന്നൊക്കെ മരുമകൻ്റെ വീഡിയോയും ഫ്ലക്സും ഒക്കെ വരുന്നുണ്ടല്ലോ. ആരുടെ കാശാ? കേന്ദ്ര സർക്കാർ, കേന്ദ്രത്തിൻ്റെ കാശാണ്. നമ്മുടെ പണി എന്താ? ഫ്ലക്സ് വെക്കൽ. ആദ്യമേ ഈ കേന്ദ്ര നാഷണൽ ഹൈവേ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രത്തിൻ്റെ വ്യവസ്ഥ എന്തായിരുന്നു? ഭൂമി ഏറ്റെടുത്ത് തരണം, അല്ലേ? ഭൂമി ഏറ്റെടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നാഷണൽ ഹൈവേയുടെ പണി തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ കേരളം പറഞ്ഞു, ഞങ്ങളുടെ കാശിന് ഭയങ്കര ദാരിദ്ര്യമാണ്, അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ ഗഡ്കരി സാബ്, ഞങ്ങളൊരു 50% കാശ് തരാം, ഹൈവേ പണിയോ. ഹൈവേ പണിയേണ്ട ഗഡ്കരിയുടെ കൂടെ ആവശ്യമാണ്. കാരണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉള്ള സ്ഥലത്തേക്കുള്ള രാജ്യത്തെ ബന്ധിപ്പിക്കുന്ന നാഡീഞരമ്പാണ് ഈ പാത. അതിനിപ്പോൾ കേരളം കാശ് കുറച്ചേ തരുള്ളൂ എന്ന് പറഞ്ഞാലും കേന്ദ്രത്തിന് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ശരി, ഉണ്ടാക്കാം, 50% തരുമെന്ന് പറഞ്ഞു. ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് പൈസ സംസ്ഥാനം കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ പൈസ 50% കൊടുക്കണം, അതിനുള്ള കാശേ ഉള്ളെന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഗഡ്കരി സാബ് ഇവിടെ വന്നപ്പോഴത്തേക്ക് അമ്മായിപ്പനും മരുമോനും കൂടെ വീട്ടിലോട്ട് വിളിച്ചു പോയിട്ട് ഒരു ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് സാബ് രക്ഷിക്കണം, 50% ഇല്ല. ഗഡ്കരി പറഞ്ഞു എന്തെങ്കിലും ആട്ടെ, എനിക്കിത് ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ കന്യാകുമാരി വരെ കാശ്മീരിൽ നിന്നുള്ള ഹൈവേ എത്തണമെങ്കിൽ കേരളത്തിൽ കൂടെ പോകാൻ പറ്റില്ലല്ലോ. കേരളത്തിന് മുകളിൽ കൂടെ പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് കാരണം ശരി അങ്ങനെ ഉണ്ടാക്കി. എന്നിട്ട് തള്ളിന് വല്ല കുറവുണ്ടോ? പിന്നെ ഗഡ്കരി ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് ഗഡ്കരിയുടെ അടുപ്പമുള്ള ഒരാളെന്നോട് പറഞ്ഞു. ഗഡ്കരി ഒന്മാരാണ് ഈ കേരളത്തിലെ നാഷണൽ ഹൈവേ വികസനം ഇത്രയും വർഷം തടഞ്ഞത്. എൻ്റെ ശവത്തിൽ ചവിട്ടിയെ റോഡിന് വീതി കൂട്ടുള്ളൂ എന്ന് പറഞ്ഞ ഒരാളവിടെ മുഖ്യമന്ത്രിയായിരുന്നു, VS അച്യുതാനന്ദൻ പേര്, അല്ലേ? എത്ര വർഷം കേരളത്തെ റോഡ് നമ്മൾ ഈ കൊടുങ്ങല്ലൂരും പറവൂരും ഒക്കെ പോകുമ്പോൾ ഹൈവേ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് റോഡ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷമാണ് ഇവിടുത്തെ ഹൈവേ വികസനത്തെ ഇക്കാലം അത്രയും തടഞ്ഞുകൊണ്ടിരുന്നത്. അവരെ കൊണ്ട് ആ തീരുമാനം മാറ്റിക്കാനെങ്കിലും പറ്റിയല്ലോ. ഇപ്പം നമ്മുടെ ഇവിടെ നടക്കുന്ന നാഷണൽ ഹൈവേ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു നപ്പായുടെ മുടക്ക് സംസ്ഥാന സർക്കാരിനില്ല. പിന്നെ ആ മുടക്കുണ്ട് കേട്ടോ, ഫ്ലക്സ് അടിച്ച് വെക്കുന്നതിന് മുടക്കുണ്ട്. ആ മുടക്കൊഴിയെ ഒന്നുമില്ലാതെ ഹൈവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉത്തർപ്രദേശിലും ഹൈവേ നടക്കുന്നുണ്ട്, നാഷണൽ ഹൈവേ അല്ല, സംസ്ഥാന പാതകൾ. 4 എക്സ്പ്രസ് ഹൈവേ ഉണ്ടായി, 4 എക്സ്പ്രസ് ഹൈവേ, 11 പണിതുകൊണ്ടിരിക്കുക. അറിയാം, ഒന്നാന്തരം 12 വരി പാതകൾ വരെയുണ്ട്. 4 എക്സ്പ്രസ് ഹൈവേ, 11 എക്സ്പ്രസ് ഹൈവേ നിർമ്മിക്കുന്നു. അവിടെ പൂർത്തിയാകുമ്പോൾ ഉത്തർപ്രദേശിൽ 15 എക്സ്പ്രസ് ഹൈവേകൾ ഉണ്ടാവും. ഗംഗ എക്സ്പ്രസ് വേ കൂടി തിരുന്നതോടെ രാജ്യത്തെ 50% എക്സ്പ്രസ് ഹൈവേകളും 50 അല്ല 55% എക്സ്പ്രസ് ഹൈവേകളുമുള്ള സ്റ്റേറ്റായിട്ട് ആര് മാറുകയാണ്? ഉത്തർപ്രദേശ് മാറുകയാണ്. അപ്പോൾ റോഡ് വികസിച്ചാൽ വികസനം തന്നെ വന്നോളും, മറ്റു വികസനങ്ങൾ. അപ്പോൾ അതിവേഗ പാതകൾ രാജ്യത്തുണ്ടാവുന്നതിൻ്റെ പകുതിയിലേറെ ഇന്ന് UP-യിലാണ്. എയർപോർട്ട്, വിമാനത്താവളങ്ങൾ, അതായത് യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരുന്ന 2017 മുമ്പ് എത്ര വിമാനത്താവളം ഉത്തർപ്രദേശിലുണ്ടായിരുന്നറിയാവോ? 4. ഇപ്പോൾ എത്ര വിമാനത്താവളം ഉണ്ടെന്നറിയാവോ? 21. ഇത്ര വികസനം 17 മുതൽ ഇതാ 25. 8 വർഷത്തിനുള്ളിൽ 4 വിമാനത്താവളങ്ങൾ എന്നുള്ളത് ഉത്തർപ്രദേശിൽ 21 വിമാനത്താവളങ്ങളായിട്ട് മാറി. അതിൽ 5 അന്താരാഷ്ട്ര വിമാനത്താവളം, ഇൻ്റർനാഷണൽ എയർപോർട്ട്സാണ്. ഇനിയിപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ എയർപോർട്ടായുള്ള ജേവാർ എയർപോർട്ടിൻ്റെ പണി അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് ഉത്തർപ്രദേശിലാണ് വരുന്നത്. ഇത് കൂടാതെ 32,000 കിലോമീറ്റർ പുതിയ റോഡുകൾ 32,000 കിലോമീറ്റർ റോഡുകൾ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ഉണ്ടാക്കി. 25,000 കിലോമീറ്റർ റോഡുകളുടെ വീതി കൂട്ടി. കേന്ദ്രത്തിൻ്റെ ഫണ്ടല്ല, ഉത്തർപ്രദേശിൻ്റെ ഫണ്ട് കൊണ്ട്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ എത്ര കിലോമീറ്റർ റോഡ് പുതുതായി ഉണ്ടാക്കി എന്ന് പിണറായി വിജയനോട് ചോദിക്കാമോ? ഇത് 32,000 കിലോമീറ്റർ പുതിയ റോഡുകൾ പുതുതായി ഉണ്ടാക്കി. 25,000 കിലോമീറ്റർ റോഡുകളുടെ വീതി ഇരട്ടിയിലേറെയാക്കി. ഇനി ഒറ്റ കണക്കൂടെ പറയാം, നമ്മുടെ നാട്ടിൽ നടപ്പാക്കാത്തൊരു പദ്ധതിയുണ്ട്. അതായത് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി, അല്ലേ? അതെ, കേരളം നടപ്പാക്കിയിട്ടില്ല. 9 കോടി ആളുകൾക്കാണ് കഴിഞ്ഞ വർഷം അതിൻ്റെ പ്രയോജനം ഉണ്ടായത്. 5 ലക്ഷം രൂപ വെച്ച് കിട്ടിയത് 9 കോടി ആളുകൾക്ക്. കേരളത്തിലെ ജനസംഖ്യയുടെ 2 ഇരട്ടി ആളുകൾക്ക്. കേന്ദ്രം കൊടുക്കുന്ന പൈസയാണ്. കേന്ദ്രത്തിൻ്റെ പദ്ധതി നടപ്പാക്കാൻ തയ്യാറാവാതെ ഇവിടെ ആളുകളെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ്. ഈ കേരളത്തിൽ UP-യിൽ എന്തുണ്ട്? ആരോഗ്യമുണ്ടോ? ആശുപത്രിയുണ്ടോ? റോഡുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർക്കറിയാമോ? UP-യിൽ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടെന്നറിയാമോ? 80 മെഡിക്കൽ കോളേജുകളുണ്ട്. 80 മെഡിക്കൽ കോളേജുകളുണ്ട് ഉത്തർപ്രദേശിൽ. എയിംസ്, ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്,
ഗോരഖ്പൂരിലും റായ്ബറേലിയിലും ഉണ്ട്, 2 എണ്ണം. അടൽ മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റി, ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി തന്നെയുണ്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ ലക്നൌവിൽ. ഇതാണ് ഉത്തർപ്രദേശ്. ഈ ഉത്തർപ്രദേശിൻ്റെ ഈ അവസ്ഥ നമ്മുടെ മാധ്യമങ്ങൾ ആരും പറയില്ല. അതുകൊണ്ടാണ് നമ്മൾ അറിയണം, നമ്മൾ ഈ കേരളത്തിൽ ജീവിച്ചിട്ട് കേരള സാർ, നമ്പർ 1 സാർ, 100% ലിറ്ററസി സാർ എന്നൊക്കെ പറയുന്ന സിന്ധു സൂര്യകുമാറൊന്നും ഇത് കാണത്തില്ല, ഇത് പറയത്തില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്, ഇങ്ങനെയും ഒരു സംസ്ഥാനം വികസിക്കുന്നുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ പേര് ഉത്തർപ്രദേശ് എന്നാണ്. അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേര് യോഗി ആദിത്യനാഥ് എന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.